ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനഗാവിപ്പ് യൂട്യൂബ് ചാനൽ. ഇന്ന് 2024 ലാസ്റ്റത്തെ ദിവസം, അതായത് 31st of December 2024. ഇവിടെ നല്ല തണുപ്പുണ്ട്, ബട്ട് ഇവിടെ വ്യൂ ഈസ് ബ്യൂട്ടിഫുൾ. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഓ മൈ ഗാഡ്, yes, this is beautiful. I will show you how I'm gonna spend my New Year Eve. Yeah, so va video like. So New Year ഒക്കെ അല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുളിച്ചേക്കാമെന്ന്. നാളെ ഫ്രഷ് ആയിട്ടുള്ളൊരു എണ്ണ കിട്ടട്ടെ. അപ്പം നമുക്ക് ഫസ്റ്റ് ഒന്ന് കുളിച്ച് കുട്ടപ്പിയായിട്ട് വരാം ഞാൻ. ഓക്കെ, ഹലോ ഗൈസ്, ഞാൻ കുളിച്ച് കുട്ടപ്പിയില്ല. സോ എന്താ, ന്യൂ ഇയർ ആയിട്ട് വേറെ പരിപാടിയൊന്നുമില്ല, എല്ലാവരും പണിക്കൊക്കെ പോയി കാണും. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ജോലിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ മാത്രം ഫ്രീ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും വേണ്ടിയിട്ട് പപ്സ് ഉണ്ടാക്കി വെക്കാമെന്ന്. ഇവിടെ പപ്സ് ഉണ്ടാക്കണം മറ്റേ ഷീറ്റില്ലേ, അതിരിപ്പുണ്ട്. സോ അപ്പം നമുക്ക് അത് വെച്ചിട്ട് പപ്സ് ഉണ്ടാക്കി വെക്കാം. ഫസ്റ്റ് ടൈം ഇവർ ട്രൈ ആണ്, നോക്കാം എന്താവും, തമ്പുരാനറിയാം. എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, ഒന്നിനൊരു കുറവ് വേണ്ട. ഇവിടെ നമ്മളുടെ സലാഡ് ക്ലിപ്പുണ്ട്, മൊത്തം നോക്കി തന്നെ 2 നമ്മൾ എടുക്കും. വെളുത്തുള്ളി ഇത്രയുള്ളൂ, ഇവിടുത്തെ വെളുത്തുള്ളി നോക്കി, മറ്റേ കട്ടയല്ല, ഒരൊറ്റ കട്ടേ. ബീഫ് അരിഞ്ഞണം. എന്താ വെച്ചാൽ ഇത് വേവിക്കാൻ വെക്കണ്ടോ. എൻ്റെ അമ്മേ, കുക്കറിൽ വെക്കാനുള്ള സാധനമില്ല. അപ്പം എന്ത് ചെയ്യും, എനിക്ക് അറിഞ്ഞൂടാ. കഴിഞ്ഞ ദിവസം ഞാൻ ബീഫ് വെച്ചു, സൂപ്പറാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഞാൻ സൂപ്പറായിട്ട് വെക്കും. സോ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. നമുക്കിനത് വെന്തെന്നാണ് എൻ്റെ വിശ്വാസം. ടേസ്റ്റ് നോക്കാം. അപ്പം എല്ലാവരും കഴിക്കും. എനിക്ക് അധികം മസാല ഒന്നും ഇല്ലാത്ത ഇറച്ചികൾ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നമ്മുടെ ബീഫിന്റെ ഗ്രേവി ഉണ്ടാക്കി തുടങ്ങാം. എന്താകും ശരിക്കുമ്പോൾ ഗൈസ്, ഇതാണ് നമ്മള് പപ്സ് ഉണ്ടാക്കാൻ പോണ ഷീറ്റ്. ഇത് നിവർത്തി. നമ്മുടെ ബീഫ് സെറ്റ് ആയിട്ടുണ്ടെന്നാണ് തോന്നണേ. ഞാൻ ടേസ്റ്റ് ചെയ്താ പറയാം. ഞാൻ ഉണ്ടാക്കിണ്ട് പറയല, കിട്ടില്ല സാധനം. പക്ഷെ ഇനി അതൊന്ന് മിക്സിയിലിട്ട് അടിക്കണം, എന്നാലുള്ള പപ്സിന്റെ ഉള്ളിൽ വെക്കണ ഒരു സെറ്റപ്പ് ആവുള്ളൂ. പക്ഷെ നമ്മളുടെ കടയിൽ കിട്ടണ പപ്സ് ഉള്ളത്. എടാ ആരാടോ തുറന്നിട്ടെ, എടാ അടക്കടാ തണുക്കും. അപ്പം മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബീഫായിട്ട് കിട്ടും. കടയിൽ കിട്ടണ ബീഫ് പപ്സ് അല്ല, ഇത് ഫുൾ ബീഫായിട്ടുള്ള പപ്സാണ്. അതിസാഹസികമായി ഞാൻ നേരെ വെട്ടിയിട്ടുണ്ട്. ഞാനല്ല, എന്നാലും ഞാൻ. സോ നമ്മൾ ട്രയാങ്കിൾ പപ്സാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഒരെണ്ണം എന്തോരം വരും, തുറവും വരും. അപ്പോൾ ഞാൻ പപ്സിൻ്റെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കുഞ്ഞ് ഷീറ്റ് ബാക്കി, ഷീറ്റല്ല ഒരു ലൈൻ പോലെ ബാക്കി. അത് ഞാൻ വെച്ച് മധുരത്തിൽ എന്തെങ്കിലും ചെയ്താലോ നോക്കാം. ഫ്ലോപ്പ് ആവാൻ എനിക്കറിയണം, നോക്കാം. കയ്യും വെച്ചൊക്കെ ചെയ്യണം. അപ്പം നമ്മൾ ഇതിനകത്ത് ബട്ടറൊക്കെ തേച്ചിട്ടാ. ഇതെന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നടുവേനെടുത്തിട്ട് 2 മിനിറ്റ് അപ്പുറത്തേക്ക് മാറി. അപ്പൊ തെണ്ടി ഇവിടെ വന്നു വെച്ച് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇത്രയും നേരം ഉണ്ടാക്കിയിട്ട് ഇതെനിക്ക് വീഡിയോ എടുക്കാനായിട്ട് നാറിക്ക് പറഞ്ഞില്ല. സാരല്ല, പക്ഷെ ഇതിപ്പോ വീർത്തോലുണ്ട്, നോക്കി സെറ്റായിട്ടില്ലേ. അതെനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. സൂപ്പർ ആവുന്നതാണ് എൻ്റെ ഒരു ഇത്. ഒരുപാട് പേര് ഇതിന്റെ ഔട്ട്കം കാത്തിരിപ്പുണ്ട്. അങ്ങ് ഇന്ത്യയില്, കേരളത്തില്, അലങ്ങാട് എന്താവും നോക്കാം. ഞാൻ എന്നെ കുറിച്ച് ഉത്തരവൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. എടാ പോടാ,
അതിന്റെ ഉള്ളിലിട്ട ഞെക്കണേ പൊട്ടി. വെളിവില്ല, വെള്ളിയാഴ്ച ഇല്ല. ഓ അതിന്റെ പകുതി ഞാൻ കഴിച്ചോളാം. ഓ ഇതിന്റെ രണ്ട് സൈഡും കരിഞ്ഞിട്ടുണ്ട്. കരിഞ്ഞില്ല, ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാൻ മുഴുമണ്ടത്തിരിക്കണം. ഗേൾസ്, നമ്മളത് പബ്സ് ഒക്കെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കത് പോയി കഴിക്കാം. നമുക്ക് പബ്സ് കഴിച്ചു നോക്കാം. നല്ല പബ്സ് ഒക്കെ എടുക്കാം. കള്ളുടിയുടെ കൂടെയുള്ള ഓക്കെ. അറ്റം കടിച്ച ടേസ്റ്റ് കിട്ടൂല, കാരണം ബീഫിച്ചിന്റെ ഉള്ളിലായിരിക്കുള്ളൂ. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. നമ്മുടെ നാട്ടിലെ പബ്സ് അല്ലവേ, എന്തോ ഒരു വ്യത്യാസം. മേ ബി ആ ഷീറ്റിന്റെ ആയിരിക്കും, പക്ഷെ കൊള്ളാം. കണ്ണേനു കണ്ണ എൻ കൺമണി ചെന്താമിഴി പൂന്തേ മൊഴി കണ്ണേനു കണ്ണ മണിത്തട്ടിലെ പൊന്നാനോ പാക്കനോ. ഓ ഗായ്സ്, ഇവിടെ ഇപ്പൊ മറ്റു സാധനം ഉണ്ടായിരുന്നു, വെടിക്കെട്ട്. കാണണ്ടാ? ക്യൂട്ട്. കുട്ടാൻ വാ. ഞാൻ കേട്ടത് കേരളക്കാരും ജർമ്മൻകാരും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ട്. എന്താണെന്നറിയോ? കേരളത്തിലുള്ളവർക്ക്, ഐ മീൻ ഇന്ത്യക്കാർക്കും ജർമ്മൻകാർക്കും വെടിക്കെട്ട് ഭയങ്കര ഇഷ്ടമാണ്. കണ്ട, ഇവര് ന്യൂ ഇയറിന് വെടിക്കെട്ടൊക്കെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. സോ നമ്മളുടെ 2025 നമ്മൾ കടന്ന്, എന്താ 2024 ലാസ്റ്റ് ഡേ ഓഫ് 2024 ഞാൻ എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തെന്നുള്ളത് അത്യാവശ്യം കുറച്ചൊക്കെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ആൻഡ് നാട്ടിൽ ന്യൂ ഇയർ ഒരു 4.5 മണിക്കൂർ മുന്നേ ആയിട്ടുണ്ട്. 4:05, അതായത് 7:30, ഇവിടുത്തെ 7:30 അവിടെ ന്യൂ ഇയർ ആയിട്ടുണ്ട്. അപ്പം നാട്ടിലുള്ളവരൊക്കെ ഞാൻ അപ്പം വിളിച്ച് വിഷ് ചെയ്തു. ഇപ്പം എന്നെ വിഷ് ചെയ്യാൻ ആരുമില്ല, കാരണം എല്ലാവരും ഉറങ്ങുകയാണല്ലോ. ഓക്കെ, അപ്പം കഴിഞ്ഞു, 2024 കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി 2025 നിങ്ങൾക്ക് എല്ലാവർക്കും 2025 അടിപൊളിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. ഗോയ്സ്, ബൈ, ഗുഡ് നൈറ്റ്.